മഹാനരായ മമ്പുറം തങ്ങളുപ്പാപ്പ വലിയ മഹാനല്ലേ, ഖുതുബുസ്സമാനല്ലേ, ഔലിയാക്കളുടെ വിലായത്തിന്റെ പദവികളിലേക്ക് കയറിയ വലിയ മഹാനാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങള് ഹളർ മൗത്തിൽ നിന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൂചന പ്രകാരം അതേ കേരളക്കരയിലെത്തിയ മഹാനാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുപ്പാപ്പ. മമ്പുറം തങ്ങൾ 18ാമത്തെ 17ാമത്തെ വയസ്സില് അതേ കേരളക്കരയിൽ വന്നിറങ്ങുമ്പോ കേരളത്തിന്റെ സാഹചര്യം മറ്റൊന്നായിരുന്നു. കേരളത്തിന്റെ സാഹചര്യം മറ്റൊന്നായിരുന്നു. ഇവിടെ ബ്രിട്ടീഷുകാര് അതേ രാജ്യം ഭരിക്കുന്ന കാലഘട്ടം. ബ്രിട്ടീഷുകാരുടെ വളരെ പ്രയാസപ്പെടുത്തലുകൾ ബ്രിട്ടീഷുകാര് ചേക്കേറിയിട്ട് ഇവിടെ വളരെ പാവങ്ങളായ ആളുകൾക്ക് വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ കേരളക്കരയിലെത്തുന്നത്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളൊക്കെ. അവരൊക്കെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പോരാടിയ മഹാരഥന്മാരാണ്. അപ്പൊ അങ്ങനെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾ, നാട്ടിലുള്ള ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം എവിടേക്ക് എത്തുന്നത്? കേരളത്തിലെത്തുന്നത്. അല്ലാഹു അവിടുത്തെ മദദും പൊരുത്തവും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള് അതേ അവിടുന്ന് വലിയ ആലിമായിരുന്നു. വലിയ പാണ്ഡിത്യമുള്ള വലിയ അറിവുള്ള പണ്ഡിതനായിരുന്നു ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്. ഇൽമിന് വലിയ സ്ഥാനം കൊടുത്തിരുന്നു. ഇൽമിന് വലിയ മഹത്വം കൊടുത്തിരുന്നു. കൊടുത്തു എന്ന് മാത്രമല്ല, മഹാനവറുകൾ വലിയ ഇൽമുള്ള ആളായിരുന്നു. കേരളത്തിലെ മുസ്ലിം ആത്മീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സയ്യിദ് അലവി തങ്ങൾ. മഹാനായ സയ്യിദ് അലവി മൗലദ്ദവീല തങ്ങൾ മമ്പുറം തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുപ്പാപ്പ. അല്ലാഹുവേ, ആ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്, ആ മമ്പുറം തങ്ങളെ ജീവിതം തന്നെ വലിയ അത്ഭുതമായിരുന്നു. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ സൂക്ഷ്മശാലിയായിരുന്നു. അതോടൊപ്പം തന്നെ ആത്മീയമായി വലിയ വെളിച്ചം ഈ സമൂഹത്തിന് നൽകിയ നേതാവായിരുന്നു ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്. 10,000-കണക്കിന് വിശ്വാസികൾക്ക് വലിയ ആത്മീയ വെളിച്ചവും പ്രഭയും നൽകിയ മഹാനാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്. കേരളക്കരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു സമ്മാനമാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങള്. മാത്രമല്ല, എത്രയെത്ര കറാമത്തുകളാണ് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയെത്ര കറാമത്തുകളാണ്. ഒരു ദിവസം ഒരാള് വന്നിട്ട് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളോട് പറയാണ്, മഹാനവറുകളെ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകണം.
വലിയ പൂതിയുണ്ട്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മുമ്പർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യക്ക് അള്ളാഹു വിധിച്ചതുപോലെ ഉണ്ടാവട്ടെ. അള്ളാഹു എന്താണോ ഖലാക്കിയത് അതുപോലെ ഉണ്ടാവട്ടെ. അത് ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് വലിയ പ്രതീക്ഷയായി. കാരണം ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് മമ്പർത്തങ്ങൾ ഉപ്പാപ്പതുകാരനാൽ അത് പറഞ്ഞാൽ അത് നടക്കും. അത് അയാൾക്ക് വലിയ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. മാഷാ അല്ലാഹ്, ഭാര്യ പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്, ഭാര്യ സന്തോഷത്തോടുകൂടെ പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്, ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മുമ്പുറങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ആൺകുട്ടിയാണ്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മുമ്പുറങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ വാക്കുകൾ, അതേ വിശ്വാസികൾക്ക് ആ വാക്ക് വലിയ സമാധാനായിരുന്നു. മമ്പുറങ്ങൾ ഉപ്പാപ്പന്റെ കാലഘട്ടത്തിൽ എല്ലാവരും ചെന്ന് പരാതികളും വിഷമങ്ങളും പ്രയാസങ്ങളും മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറങ്ങൾ ഉപ്പാപ്പനോട് പോയി പറയും. അത് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. ആ വിഷയങ്ങൾ പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. അവിടുത്തെ ഒറ്റ വാക്ക് അത് വലിയ ഫലമുള്ള വാക്കായിരുന്നു. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറങ്ങൾ ഉപ്പാപ്പ ചെറുപ്രായത്തിൽ തന്നെ വലിയ രൂപത്തിൽ സൂക്ഷ്മത കാണിച്ച് ഇൽമു പഠിച്ചു വളർന്ന മഹാനാണ്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്, ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാദിരിയ, അലവിയ, ആത്മീയ സരണി സ്വീകരിച്ചിട്ടുണ്ട്. യുവത്വത്തിലെ ആധ്യാത്മിക മേഖലകൾ കീഴടക്കുകയും 17 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക വിജ്ഞാനത്തിൽ വലിയ അറിവ് നേടിയ, അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറങ്ങൾ. 17-ാം വയസ്സിൽ കപ്പൽ മാർഗം കാലിക്കുത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നാട്ടിലേക്ക് വന്നു. കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രിയുടെ ക്ഷണമനുസരിച്ചായിരുന്നു ഈ യാത്ര എന്ന് പറയപ്പെടാറുണ്ട്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ ഒരുപാട് അത്ഭുതകരമായ കറാമത്തുകൾ നമ്മൾ കേൾക്കുന്നവരാണ്. അവിടുത്തെ മൗലിദുകൾ നമ്മൾ ചൊല്ലുന്നവരാണ്. അവിടുത്തെ മദ്ഹുകൾ നമ്മൾ പറയുന്നവരാണ്. അല്ലാഹുവേ, ഈ മുഹറം മാസത്തിൽ, അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസത്തിൽ ഞങ്ങളെ മദദേ മടവൂർ കുടുംബങ്ങള് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ പേരിൽ സൂറത്തുൽ ഇഖ്ലാസുകൾ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹകളും യാസീനുകളും ഓതിയിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വറുദുൽ ലത്തീഫ് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം മൗലിദിൽ നിന്ന് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു